ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നില്ല. വെറും 3 ഐറ്റംസ് വെച്ചിട്ട് മാത്രം ഒരു സോപ്പ്. അതായത് നമ്മൾ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നല്ല കളർ വയ്ക്കാനും നമ്മുടെ പാടുകൾ ഇതൊക്കെ പോകാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള സാധനമാണ്. അത് വെച്ചിട്ടാണ് ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പൗഡറാണ്. ആ പൗഡർ വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി വെറും 3 സാധനം എടുത്തിട്ടുള്ളൂ. ഒന്ന് സോപ്പ് ബേസ്, ഒന്ന് നമ്മുടെ ഇത് ഒരു ഏലാദിയുടെ ഒരു പൗഡർ ഉണ്ടാകും. 10-27 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണിത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ടർമറിക്കിന്റെ സ്മെല്ലാണ് കൊടുക്കുന്നത്. സ്മെല്ലെന്ന് വെച്ചാൽ എസൻഷ്യൽ ഓയിലാണ്. അപ്പൊ ഗുണവും സ്മെല്ലും ഇതിന് തന്നെ കിട്ടും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സോപ്പ്. അപ്പൊ നിങ്ങൾക്ക് അത് ബോഡിയിലും ഫേസ് പാക്കിന് പകരം അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകി നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം. അടിപൊളി സോപ്പ്. അപ്പൊ അതും നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബേസ് ഒരു 200 ഗ്രാമോളം ബേസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇതെല്ലാം വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇതൊന്നും പുതിയ ആളുകളൊക്കെ നമ്മുടെ ഫാമിലി ഇതിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളൊന്ന് കൂടി പറയാനുണ്ട്. നല്ല വീഡിയോയിലും ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തില് അലുമിനിയം പാത്രം പരമാവധി ഒഴിവാക്കാൻ എടുക്കാണ്ടിരിക്കുക. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ബൗളുകളോ കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബേസ് ഇറക്കി വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇത് മെൽറ്റ് ആയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷം കാണിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോണത് നമ്മുടെ ഇതിൽ കളറും കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല. ഈ പൗഡർ മാത്രം ഇതിൽ ഉപയോഗിക്കണുള്ളൂ. അതുപോലെ ടർമറിക്കിന്റെ എസൻഷ്യൽ ഓയിൽ, അതായത് കുറച്ച് ആ ടർമറിക്കിന്റെ സ്മെല്ലുണ്ടാവും, അതിന്റെ ഗുണമുണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിപ്പോ 200 ഗ്രാം എടുത്തുള്ള ജസ്റ്റ് ഞാൻ ഇത് ഇത്ര ചേർക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ ഫേസ് പാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സോപ്പൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വരുമ്പോ നമുക്ക് മുഖം കഴുകാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലെ ബോഡി വാഷ് ചെയ്യാനും കുഴപ്പമില്ല. ഉണ്ടാ അങ്ങനെ ഒരു സംഭവമാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോപ്പാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം. നല്ല ഇതിന്റെ ഗുണം വളരെ നല്ല ഗുണമാണ് കേട്ടോ. ഞാനിത് എനിക്കൊരു ആരാ പറഞ്ഞോട് പാരമ്പര്യ ചികിത്സ നടത്തുന്ന ഒരു വൈദ്യരുണ്ട് ഇവിടെ. അപ്പൊ ആളുടെ അടുത്ത് പോയപ്പോ ആള് പറഞ്ഞാണ് സ്കിന്നിന് ഏറ്റവും ബെറ്റർ സാധനം ഇത് തൈരില് നമ്മള് ചേർത്തിട്ട് നമ്മള് ഇടാനാണ് പറയാറ് അവര്. തൈരില് എന്താ പറയാ, തൈരിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആയിട്ടും ബോഡി മിക്ക നല്ല സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ചൂടുവെള്ളത്തിൽ കഴുകളെന്നാണ് പറയാറ്. അപ്പോൾ അത് ഞാനിത് വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാറ് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ സോപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫേസ് പാക്കിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് പുറത്തുനിന്നൊക്കെ ഒന്ന് മുഖമൊക്കെ ഇതുകൊണ്ട് കഴുകി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഞാൻ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു ബ്ലാക്ക് കളറാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ബ്രൗൺ കളർ, ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അത് ബ്രൗൺ ആണ്. ആ പൗഡറിന്റെ കളറില്ല, ഇതിലൊന്നുമില്ല. നമ്മൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുള്ളൂ. ഇതിലിപ്പോൾ ഈ സാധനം ചേർക്കണമെന്നില്ല, ഇത് മാത്രം ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടർമറിക്കിന്റെ ഓയിലാണ്. അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടർമറിക്കിന്റെ എസൻഷ്യൽ ഓയിൽ ചേർത്തുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സോളം നമ്മുടെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മോൾഡ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ മോൾഡ് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ സോപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഗുണങ്ങളുള്ള ഒരു സോപ്പാണ് കേട്ടത്. ഇതാരും മിസ് ചെയ്യരുത്. ഒരുവട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇത് മോൾഡിലേക്ക് ഒഴിക്കാൻ പോകട്ടെ. നമ്മുടെ ചെറിയ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ സാധാരണ സോപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെ. ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു പൗഡർ വെച്ച് ചെയ്തു എന്നുള്ളൂ. നല്ല ഫേസ് പാക്കും നല്ല എല്ലാത്തിനും നല്ലൊരു അടിപൊളി സംഭവമാണ്.
ഹെർബൽസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് നമ്മളോട് തൈരിലൊക്കെ ഇങ്ങനെ ഇടാനാണ് പറയാറ്. പക്ഷെ ഞാനപ്പോൾ അതൊരു നമ്മൾ സോപ്പ് ചെയ്യുന്ന കാരണം നമ്മൾ സോപ്പിലേക്ക് ഉപയോഗിച്ച് കൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് നമ്മളത് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാനപ്പോൾ ഇത് മോൾഡിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഇത് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മോൾഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഏലാതിര പൗഡറും അതുപോലെ മഞ്ഞളിൻ്റെ എസൻഷ്യൽ ഓയിലും ചേർത്തിട്ടുണ്ടാക്കിയ അടിപൊളി സോപ്പാണ്. നമ്മുടെ ഫേസ് പാക്കിന് പകരം നമുക്ക് മുഖം കഴുകാനും ഇതൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിക്കാം. എല്ലാത്തിനും നല്ല അടിപൊളി സോപ്പാണ്. നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന പാടുകൾ അതുപോലെ എന്തെങ്കിലും സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സോപ്പാണ് ഉണ്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കട. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ബൈ.